ഹലോ ഗായ്സ്, GTA 5 പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാൾക്ക് ശേഷം വീണ്ടും വന്നേക്കാണ്. ഞാൻ ഇവിടെ നാട്ടിലുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളെ ഫ്രാങ്ക്ലിൻ്റെ ലാമറിൻ്റെ അടുത്ത മിഷനായിട്ടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇവർ പറഞ്ഞേക്കണത് ഏതോ അമ്മു നേഷനിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ദൂരം അടുത്തെങ്ങാണ്ടാണ് കേട്ടോ. അമ്മു നേഷൻ എന്ന് പറയുമ്പോൾ തോക്കാട് കേട്ടോ ഗൈസ്. എന്തോ വെടിവെപ്പിനുള്ള പ്ലാനാണ്. നമ്മുടെ ഒപ്പം വേറെ ഏതോ ലാമറിൻ്റെ കൂട്ടുകാരനും കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ അമ്മൂനേഷനിലേക്ക് ഇപ്പോൾ ലാമറിൻ്റെ കാറിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോ ലൈക്ക് അടിച്ച് പവറാക്കാൻ മറക്കണ്ട. ഓക്കെ, നമ്മുടെ അമ്മൂനേഷൻ എന്താ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്തോ വെടിവെപ്പിനുള്ള പ്ലാനാണ്. രാത്രി ആവാറായിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്ന് രാത്രിയുള്ള വെടിവെപ്പാണ്. രാവിലെയോ കണ്ണാണില്ല കേട്ടോ വെടിവെക്കാൻ. ഇപ്പോൾ രാത്രി ഞാൻ എന്ത് കാട്ടാനാണ് പോകണമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. വെടി വയ്ക്കണമെങ്കിൽ എനിക്ക് നന്നായിട്ട് കുറച്ചൊക്കെ ഇതുണ്ട് കേട്ടോ. വണ്ടി ഓടിക്കണ പോലെയല്ലേ, വണ്ടി ഓടിക്കാൻ എനിക്ക് തീരെ പെടുത്തില്ല. വെടിയൊക്കെ എനിക്ക് കുറച്ചൊക്കെ അറിയാം. വെൽക്കം ടു അമ്മൂനേഷൻ. ഓക്കെ, അപ്പോൾ അവിടെ താങ്ക്സ് ഫോർ വിസിറ്റിംഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അവരെ ട്രിക്കൊക്കെ നമ്മൾ തിരിഞ്ഞ് മടങ്ങി പോകുമ്പോൾ ഉള്ളത്. തോക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള തോക്ക് എടുക്കാം കേട്ടോ. 2 പ്രസ് പോക്കറ്റ്സ് ഗൈസ്. തോക്ക് ഇരിക്കണോ ഗൈസ്? നമ്മുടെ അണ്ണൻ ഫുള്ള് സെറ്റപ്പാണ് കേട്ടോ. ഇങ്ങേർക്ക് വെടി വെച്ച ആൾ തിരിച്ച് വെടി വയ്ക്കും. നമുക്ക് നല്ലൊരു തോക്ക് എടുക്കാം. പിസ്റ്റലുണ്ട്, നമുക്ക് ചെറിയ പിസ്റ്റൽ എടുക്കാം. വലിയ നിറച്ച് തോക്കുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ കാശ് നമുക്കൊരു പ്രശ്നമല്ല ഗൈസ്. നമ്മുടെ കയ്യിൽ ഇരിക്കണ കാശ് നോക്കുക ഗൈസ്. നിറച്ച് കാശുണ്ട്. നമുക്ക് 462,000 ഉണ്ട്. മില്യൺ ആയിട്ടില്ല. ഇന്ത്യൻ സിസ്റ്റം അല്ല കേട്ടോ ഇത്. അമേരിക്കയിലൊക്കെ ഇങ്ങനെ ലാമർ എന്ത് കണ്ടിരിക്കണം ഇവിടെ. ക്യാമറ അവിടെ തുണിക്കടയിൽ തുണി എടുക്കാക്കണ പോലെ ഇട്ടേക്കാണ്. നേരെ ജാക്കറ്റ് എടുക്കട്ടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അവരെ എപ്പോൾ വെടി കിട്ടും നമുക്കറിഞ്ഞൂടെ. വെടി കിട്ടിയാൽ നമ്മൾ വെടിയാവും. നമുക്ക് എന്തായാലും ഇവിടെ പോയിട്ട് നല്ലൊരു ഡ്രസ്സ് എടുത്തിട്ട് ഓടാം. നമുക്ക് പട്ടാളക്കാരെ ഡ്രസ്സ് എടുക്കാം കേട്ടോ. പട്ടാളക്കാരെ അവിടെ ഇത് കൊള്ളാം. അതവിടെ പോയി ഇത് തന്നെ. എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, നമുക്കെന്തായാലും ഭയങ്കര വിശപ്പ് കഴിച്ചു. നമുക്കൊന്ന് ഡ്രിങ്ക് കുടിക്കാം. കോള തന്നെ കൊടുക്കുക, കുടിക്കാം. കൊക്കോ കോള. നമുക്കെന്തായാലും പൈസ ഇട്ട് നമുക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്കെന്തായാലും നമ്മുടെ മിഷീൻ സ്ഥലത്തേക്കാം. ലാമറേ കമോൺ, ഗോ ബാക്ക് ടു അമ്മുനേഷൻ. ഫ്ലാഷ് ലൈറ്റ് ഫോർ ദി കണ്ണ്. ഫ്ലാഷ് ലൈറ്റേ ഫോണുണ്ട്, ഫോൺ ഒട്ടിച്ച് വയ്ക്കാം. നമുക്കത് ഫ്ലാഷ് ലൈറ്റ് മേടിക്കാത്ത. ഫ്ലാഷ് ലൈറ്റ് ഇപ്പോൾ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. അതിൽ തന്നെ ഉണ്ടാവുമോ? ഇവിടെ ഒന്നും കാണില്ലല്ലോ ഗൈസ്. എനിക്കൊന്ന് ഗണ്ണിൽ തന്നെ ഉണ്ടാവും. ഷോർട്ട് ഗൺ എടുക്കുക. അവിടെ ഏത് ഗണ്ണിലെ ഫ്ലാഷ് ലൈറ്റ് ഉള്ളത് നോക്കട്ടെ ആദ്യം. ജെറി ക്യാൻ. ഓക്കെ, ഇതിലൊന്നും ഇല്ല കേട്ടോ ഫ്ലാഷ് ലൈറ്റ്. ഇവിടെ ഉണ്ടാ? ഇതിലൊന്നുമില്ല. നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെയാണിത്. ഷോർട്ട് ഗണ്ണിലുണ്ടാ? ഇതിലൊന്നുമില്ലല്ലോ. ഷോർട്ട് ഗണ്ണിലുണ്ടെന്ന് തോന്നുന്നു. വിസയിലൊക്കെ ഇരിക്കണുണ്ട. ബോംബ്, സ്മോക്ക്, സ്റ്റിക്കി ബോംബ് എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. ഇല്ലാത്തൊന്നുമില്ല. ടൈമറൊക്കെ വെച്ചേക്കുന്നു അവിടെ. പാരച്യൂട്ടിനൊന്നും ആവശ്യമില്ല. ഒന്നിനും തിരിച്ച് പോവുക. അതിലെന്തോ മാർക്കിങ് ആയിട്ടുണ്ട്. നമ്മളെന്തെങ്കിലും എല്ലാം സെറ്റാക്കിയിട്ട് ഗോ ടു മീറ്റിംഗ് അറ്റ് റീസൈക്ലിംഗ് പ്ലാന്റ്. അവിടേക്ക് ഞാൻ പോയിട്ടുണ്ടല്ലോ. സോറി അണ്ണ, രാത്രി കണ്ണാനാണ്ടെ. നമുക്ക് റീസൈക്ലിംഗ് പ്ലാന്റ് അവിടേക്ക് പോവാട്ടോ. പിന്നെ അത്ര ദൂരമൊന്നും ഇല്ല തോന്നുന്നു. ഓക്കെ, നമ്മളെന്തായാലും വെടിവെപ്പിനാണ് കേട്ടോ പോണത്. എൻ്റെ അമ്മ, ഭയങ്കര നല്ല തുടക്കമായി. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ഗൈസ്. 3, 2, 1. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തു ഗൈസ്. നമുക്ക് വേഗം നമ്മുടെ സ്ഥലത്തേക്ക് ചെല്ലാൻ നോക്കാം. നമ്മുടെ പുറകിൽ ഏതൊരു ചക്ക ഇരിക്കുന്നുണ്ട് കേട്ടോ. ലാമറിൻ്റെ ഫ്രണ്ടാകുന്നു. നമ്മൾ 3 പേരേ ഉള്ളൂ. ഇതിലാകെ നന്നായിട്ട് വെടിവെക്കാറത് എനിക്കാണ്ട ഗൈസ്. അയ്യോ, എൻ്റെ ഹെഡ് ലൈറ്റ് പൊട്ടിച്ചു. പക്ഷേ നമുക്ക് വേഗം ചെല്ലാം.
ഗൈസ്, ഞങ്ങൾക്ക് 3 പേർക്കും ഒന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾ ലൈക്ക് അടിച്ച് പ്രവർത്തിക്കാം. നമുക്ക് നല്ല മാച്ചല്ല കേട്ടോ ഗൈസ്. എനിക്ക് വെടിവെപ്പ് എനിക്ക് കുറച്ചറിയാം, നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ വണ്ടി ഓടിക്കുന്ന കാര്യമാണ് എനിക്ക് കുറച്ച് പ്രശ്നം. അയ്യോ, 2 വണ്ടിയുടെ ഹെഡ്ലൈറ്റ് പൊട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടിക്ക് പിന്നെ ഇല്ല, സൈഡിൽ ഒരെണ്ണുണ്ട് ഭാഗ്യത്തിന്. ഓക്കെ, എവിടെയാണ് സ്ഥലം പറഞ്ഞേക്കണത്? എൻ്റെ അമ്മ എന്തോന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഗോസ്റ്റ് ഹൗസ് പോലെ. ഇവിടെ എങ്ങാണ്ടാണല്ലോ, അവിടെ ചാടി പോകണം. എൻട്രി അവിടെ സൈഡിലുണ്ട് അല്ലേ? ഇവിടെ കണ്ടില്ല കേട്ടോ. നമുക്കെന്തായാലും ഇറങ്ങിയിട്ട് ഓടാം. വണ്ടി നിർത്തി ഇവിടെ വെച്ചാൽ പണി കിട്ടുമോ? എവിടെയെങ്കിലും ഇടാല്ലേ കേസ്, ഇവിടെ ഇടാം. പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇറങ്ങിക്കോ, തോക്കൊക്കെ എടുത്തോ, അതിൻ്റെ അകത്തേക്ക് കയറിയിട്ടോ. എൻ്റെ അമ്മ കേസ്, ഷോട്ട് ഗണ്ണും ഉണ്ട്, ഒരു പിസ്റ്റലും ഉണ്ട്. നമുക്കെന്തായാലും കയറി ചെല്ലാൻ എനിക്കൊരു ക്യാമറ ആദ്യം പോട്ടെ. ക്യാമറ ചെല്ലി എന്നെ നോക്കണ്ടേ, കാലന്നെ മെല്ലെ കയറാൻ പറ്റുള്ളൂ. നമുക്കെന്തായാലും ഇത് ലാമർ അച്ഛനെ തോന്നുന്നു, അതുപോലെ ഉണ്ട് കാണാൻ. സെയിം തൊപ്പിയും സെയിം നടത്തോ എന്തോ ഗൈസ്. ഇവനെ എനിക്ക് ഓർമ്മയുണ്ട് ഗൈസ്. ഇവനെ നമ്മൾ മറ്റേ ചോപ്പിൻ്റെ മെഷീൻ നമ്മൾ ചെയ്തത് ഗൈസ്. അവനെ ഓടിച്ച മെഷീനാ. ഫ്രാങ്ക്ലിൻ ചോദിക്കണേ നമ്മുടെ ശത്രുല്ലേന്ന്. ഇവർ കോംപ്രമൈസ് ആയി തോന്നിട്ട്. ചക്കനെ എൻ്റെ മുഖത്ത് പട്ടി അടിച്ചതിൻ്റെ പാടുണ്ട് ഗൈസ്. നമ്മുടെ ചോപ്പ് അടിച്ചാട്ടാ. അവൻ എന്തോ എനിക്ക് തോന്നി ഗൈസ്, അവൻ എനിക്ക് അത്ര പിടിച്ച, അവൻ നമ്മുടെ പറ്റിച്ചോടിപ്പോയി. എൻ്റെ അമ്മോ കണ്ട ഗൈസ്, നമ്മൾ പൊട്ടപ്പടം മേടിക്കുന്നത് നമുക്ക് ഉന്നം കണ്ട ഗൈസ്. നമുക്ക് ഉന്നത്തിന് ഒരു ഇതുമില്ല. ഒറ്റ പടിക്ക് 2 ഉണ്ട പറഞ്ഞിട്ട് ഏതെങ്കിലും പറഞ്ഞാൽ കൊണ്ടുപോകും, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, നമുക്കങ്ങനെ കയറി ചെല്ലണ്ട കേട്ടാ. അവരാദ്യം കയറി ചെല്ലാത്ത, അത് നല്ലത്. ഓക്കെ, ഒരാളെ വാടാ എന്തോടെ ഒളിച്ചിക്കണം ഇങ്ങോട്ട്. എൻ്റെ അമ്മോ, ലാമർ ചത്തില്ല. അയ്യോ, വെടിക്ക് ലാമർ ചത്തില്ലേ? എൻ്റെ അമ്മോ. വടക്കാൻ കൊണ്ട് ലൈറ്റ് കൊണ്ട് കണ്ടിട്ടാ. ഇത് ഫ്ലാഷ് ലൈറ്റിനാവും. ഇതാകുമ്പോൾ നല്ല ഉപകാരമുണ്ട്. എൻ്റെ അമ്മ ഇതാ വരുന്നു. വെടിക്ക് ചാവട. അയ്യോ, ഗൈസ്, അവൻ തെറിച്ചു പോയിട്ട് തോർന്ന ഹാമർ വെച്ച് അടിച്ചു പോലെ. അവിടെ വാടാ, തല പൊന്തട്ടെ, കമോൺ. ഒരുത്തൻ അവൻ്റെ പൊട്ടട്ടെ. ജസ്റ്റ് മിസ്. പൊന്തടാ എന്താ പൊട്ടി അല്ല. ഭാഗ്യം കഴിച്ചു. എനിക്ക് വെടി വയ്ക്കാൻ അറിയാട്ടാ, അതിന് ഞാൻ പോയില്ല. നമ്മളെന്നെ കയറി ചെല്ലേണ്ടി വരും തോന്നൂട്ടാ. ഈ മണ്ടന്മാർക്കൊന്നും വെടി വയ്ക്കാൻ അറിഞ്ഞൂടാ. ആരാണിത്? ഇതാരത്? ലാമറാണല്ലേ ഗൈസ്. പുറത്തൊക്കെ വെളിച്ചം കാണുന്നുണ്ട്. ഇവിടെ ഒന്ന് സ്റ്റെപ്പിലൂടെ ആരെയും കയറിയുണ്ട്. സ്റ്റെപ്പ് വഴി നമുക്ക് മെല്ലെ അതാ വരുന്നു. എന്താ ചാവാത്തെന്താ? പുറത്ത് വെടി കിട്ടിയവൻ്റെ. മെല്ലെ ഇറങ്ങി പോവാട്ടെ. ഈ വഴിയാണ് എക്സിറ്റ് എന്ന് തോന്നുന്നു. എന്താ ഇവിടെയൊക്കെ വെച്ച് പൂട്ടി ഇവിടെ വെടി വെച്ച് പൊട്ടിക്കാം. ഇവിടെ ഗൈസ് തുറന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ ആരും ഇല്ല. കയറി ചെല്ലാട്ട്. ലൈറ്റ് ഉള്ളതുകൊണ്ട് എന്തായാലും ജസ്റ്റ് കൊള്ളു ഒറ്റ പടിക്ക് പൊട്ടിക്കട്ടെ ഗൈസ്. എനിക്ക് എയിം പോയിൻ്റ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് മിഷനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എനിക്ക് എയിം കിട്ടാണ്ട് എങ്ങോട്ടേക്ക് ഞാൻ വെടി വയ്ക്കണത്. നിങ്ങൾ ഫസ്റ്റ് മിഷൻ പോയി കാണും. ഓക്കെ, നമുക്ക് എന്തെങ്കിലും വെടിവെച്ചിട്ടുണ്ട് കേട്ടില്ല. ഞാൻ മറക്ക് എന്തിട്ട് കേട്ടാ നിൽക്കണേ. തോക്കം പിടിച്ച അവിടെ നിന്നോ, ഞങ്ങൾ പോവാ. ഈ വഴി ആരെയും വരില്ല. അവിടെ ഡോറ പൊട്ടിച്ചോ. നമ്മൾ സ്റ്റൈലാണ് കേട്ടോ, ഫുള്ള് സ്റ്റൈല്. ലാമറിന് വെടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ലാമറിൻ്റെ അച്ഛനും കേട്ടോ. എനിക്ക് അറിഞ്ഞൂടെ ആരാണ്. ഞാൻ വെറുതെ എൻ്റെ മുതാ പൊട്ടിക്ക് ചാവാത്തിട്ടാണ് വയസ്സ്. ഫ്രാങ്ക്ലിൻ ഉണ്ടായിട്ട്
നമുക്ക് തന്നെ കറക്റ്റ് തന്നെ കിട്ടി. ഞാൻ അത് ശ്രദ്ധിച്ചില്ല കേട്ടോ. നമ്മുടെ ലൈഫ് നമ്മൾ കയറി ഞങ്ങൾ റഷ് ചെയ്യായിരുന്നു. ഇപ്പം നമുക്ക് എന്തായാലും ഹൈഡ് ചെയ്ത് കളിക്കാം. പൊട്ടിക്ക് പൊട്ടുന്നില്ലല്ലോ. ഷോട്ട് ഗണ്ണായതുകൊണ്ടേ ഓരോരോ വടിയാകുമ്പോൾ റീലോഡ് ചെയ്യുന്നത്, അത് പ്രശ്നം. ഇതാകുമ്പോൾ ഇതിൻ്റെ ഒരു എഫക്റ്റ് കാരണം തെറിച്ച് കൊണ്ടിട്ട് ആൾക്കാർ. അവിടെ തീയൊക്കെ കത്തി. എൻ്റെ അമ്മ ഞങ്ങൾ കോസ്റ്റ് റൈഡർ ആകാൻ പോകുന്നു. ലൈറ്റ് ഇട്ട് പോവാം. അവർ കയറി ചെന്നുട്ടാ മേലിലാണല്ലോ കാട്ടിന് കാണല്ലേ. സാകുന്നു സൈഡിലാണ് മേലിലൊരുത്തനുണ്ട് കേട്ടാ. മാപ്പിൽ നോക്കി മനസ്സിലാവും. അവിടെ തീ കാരണം കൈസ് കാണാനുമില്ലേ. അവൻ മേലുണ്ടെന്ന് തോന്നുന്നു. കയറി എൻ്റെ അമ്മ ഓടിയിട്ടു. അവൻ എവിടെയാണ് കൈസ്? നമ്മുടെ പോയിന്റിൻ്റെ നേരെ അവൻ കറക്റ്റ് നേരെ. കിട്ടി, പൊട്ടി, ഭാഗ്യം. ഞാൻ മേലല്ലേ, ഞാൻ സൈഡിലായിരുന്നു. അപ്പോൾ തീ പിടിച്ചു വിട്ട ഫാക്ടറി. ഒരു പേപ്പറിൻ്റെ റീസൈക്ലിംഗ് പ്ലാന്റാണ് തോന്നുന്നു. എല്ലാ പേപ്പറും തീ പിടിച്ച് പൊട്ടറ. എൻ്റെ അമ്മ ഇതിൻ്റെ അകത്ത് നമ്മൾ വിചാരിക്കണം കേട്ടോ. എല്ലാവരും തോക്കുണ്ട്. റീസൈക്ലിംഗ് പ്ലാന്റാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വഴി എക്സിറ്റ് എന്തായാലും കൂടെ ഒളിച്ചിക്കോട്ടെ. പൊട്ടിക്കട പടക്കാം ഇല്ല, ഇവിടെ ഒളിച്ചിക്കുക നമ്മളെ. എൻ്റെ അമ്മ പോലീസൊന്നും കഴിച്ച് 3 സ്റ്റാർ ഹെലികോപ്റ്ററൊക്കെ ഒന്നും കിട്ടുക. തുറക്ക്. എൻ്റെ അമ്മ പൊട്ടിയത് ഇതാ നേരത്തെ വന്ന പോലെ. ഇത് ആൾക്കാരുള്ളല്ലോ. പൊട്ടിച്ചോ പൊട്ടി ചത്താ. ഓക്കെ കിടക്കണമുണ്ട് 2 വെട്ടിട്ട വാഴത്തുണ്ട് പോലെ. നമുക്ക് ഇവിടെ ഹൈഡ് ചെയ്യാം. ആരും വരില്ല. ആരും ലീഡ് ഓറാന്നൊന്നു പുറത്തേക്കുള്ളത്. ഇതിൻ്റെ അകത്ത് ആരെങ്കിലും ആരുമില്ല. ലീഡ് ഓർ പുറത്തേക്കുള്ളതാണ് കേട്ടോ. നമുക്ക് നല്ല എൻ്റെ ഹെലികോപ്റ്ററൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കെന്തായാലും എൻ്റെ അമ്മോ നമ്മുടെ ഈ തോക്കെടുക്കാം. AK-47 എടുക്കാം. AK-47 ആണോ ഇത്? എവിടെ ഇത് വരുന്നത്? ഇതെടുക്കട്ടെ. ഇതിൻ്റെ തോക്ക് മാറ്റാത്ത ഇതൊന്നല്ല വേണ്ട. ഒറ്റക്കട്ടാ ഇത് ഏതെങ്കിലും തോക്ക് എടുക്കട്ടെ. നമുക്ക് ചറപറ വെടിവെച്ച ശീലം. നമുക്ക് ഇഷ്ടമുള്ള തോക്ക് എടുക്കാം. പോലീസ് അവിടെ വാടാ കയറട്ടെ കയറി. എന്താ കയറാൻ പറ്റാത്ത? ലാമറിൻ്റെ തല ഓടിയാൽ നോക്കുക. വെറുതെ അല്ല കയറാത്ത. ലാമർ കയറാം ആദ്യം. പോലീസുകാർക്കൊന്നും ഉന്നില്ലാന്ന് തോന്നിട്ട്. അവർ നമ്മളെ പോലെ തന്നെ. നമുക്കൊന്നുണ്ട്. അവർക്ക് എന്താ കൈസ് നമ്മുടെ തൊട്ടടുത്താട്ടോ. അവർ വെടിവെക്കണമൊന്നുമില്ല. അതുകൊണ്ട് ഭാഗ്യമായി. ഒക്കെ കയറിച്ചോ. ലാമർ നോക്കുക കൈസ്. ഹെലികോപ്റ്റർ ഇങ്ങോട്ട് വേടാ. ഞാൻ ക്യാപ്റ്റൻ അമേരിക്ക കളിച്ചു തരാം. നമ്മുടെ ചറുപൂടി ഡ്രൈവറിനെ കണ്ടോ വെടിവെക്കണേ. ഡ്രൈവറിനെ കൊണ്ട് ഹെലികോപ്റ്റർ കത്തി കൈസ്. അടുത്ത ഹെലികോപ്റ്റർ വരുന്നു. വാടാ പൊട്ട്. അവൻ ചത്തില്ല. ഡ്രൈവർ ചത്തു തോന്നുന്നു കേട്ടോ. ഡ്രൈവർ ചത്ത്. ടാറ്റ. പാവങ്ങൾ പൊട്ടി തീർച്ചു കഴിഞ്ഞു തോന്നുന്നു. വരണാണോ നോക്കാൻ പുറത്തേക്ക് കയറിച്ചില്ല. അവരൊക്കെ നമ്മളവിടെ ഇട്ടിട്ട് പോയിട്ടാ. നമ്മളൊന്നും ആർക്കും വേണ്ടല്ലോ. എന്തോന്നല്ലേ വലിയ മതിന് ചാടി കയറിട്ടാ. ഇവിടെ ഒക്കെ നിറച്ച് പോലീസ് വന്നിട്ടാ. നിങ്ങൾക്ക് മാപ്പിൽ നോക്കി മിന്നിക്കൊണ്ടിരിക്കണം. 6 മിന്നുണ്ട്. നമുക്ക് ലോസ് ദി കോപ്സ്. രക്ഷയില്ല. ഇനി ഇറങ്ങേണ്ടി വരും. വണ്ടിയിൽ നിന്ന് കളിക്കാം. വാടാ നമുക്കൊന്ന് ഒറ്റ ഇടിച്ചപ്പുറത്ത് കണ്ടി വരും. നമുക്കൊന്ന് എങ്ങനെ രക്ഷപ്പെടാം. ഇവിടെ നിന്ന് ഓടേണ്ടി വരും. നമുക്ക് ഏതെങ്കിലും ഒരു മൂലപ്പറമ്പിൽ ഓട്ടിരിക്കട്ടെ. എന്നാലും രക്ഷ തോക്കൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അമ്മ ഇപ്പോൾ ഇവിടുന്ന് എല്ലായിടത്തും ഒരു വട്ടം ചുറ്റും വന്നേക്കുണ്ടാ. നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാം. പോലീസ് ഓടിക്കാണ്ടിരുന്നാൽ മതി. എൻ്റെ അമ്മ നമ്മൾ കത്തിച്ച് വിട്ടുകൊണ്ട് കാണട്ടെ കൈസ്. ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ വണ്ടി ഓടിക്കുക. നമ്മുടെ വണ്ടി ഒക്കെ കൈസ്. ഓക്കെ അപ്പോൾ എന്തായാലും
ഇവിടെ നമ്മുടെ വീടിൻ്റെ അവിടെ പോലീസിന് കുറച്ചൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, രാത്രി ഇതാണ് കേട്ടോ. എനിക്ക് എപ്പോഴും ഈ വീട് തെറ്റിപ്പോവും. നമുക്കൊന്ന് ഇവിടെ വണ്ടി നിർത്താം. നമ്മുടെ മോഡിഫൈഡ് കാറുണ്ട് ഗൈസ് അവിടെ. ഓക്കെ അപ്പോൾ ഇന്നത്തെ മിഷൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്തോടെ ഇനി കാണാം. ടാറ്റാ, ബൈ ബൈ.